ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ബെസ്റ്റ് ചോയ്സ് എവറിൻ്റെ എപ്പിസോഡ് 36 ആണ് കാണാൻ പോകുന്നത്. അതായത് ഫൈനൽ എപ്പിസോഡാണ് ഇന്നത്തേക്ക്. ഫോൺ വന്നതിന് ശേഷം നമ്മുടെ മായയാണെങ്കിൽ ഭയങ്കരമായിട്ട് സെറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതെ നീ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ, നമുക്ക് സെറ്റാക്കാം, ഇങ്ങനെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സെറ്റാക്കാമെന്ന് പറയുകയാണ്. നമ്മുടെ യാവു ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഹീഡോങ്ങിനെ വിളിച്ചിട്ട് കുറച്ച് ദിവസത്തേക്ക് കമ്പനി നീ നോക്കാൻ പറയുകയാണ്. നമ്മുടെ അമ്മയാണെങ്കിൽ റൂമിന് പുറത്ത് വരുന്നുണ്ട്. നമ്മുടെ മായോട് പറയുകയാണെങ്കിൽ നീ ഇതുവരെയായിട്ടും പോയില്ലെന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, ഏയ് ഞാൻ പോയില്ല, ഞാൻ എങ്ങനെ പോകാനാ, അമ്മയുള്ള സ്ഥലത്തല്ലേ ഞാൻ ഉണ്ടാവുക എന്ന് പറയുകയാണ്. നമ്മുടെ അമ്മയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്, ഷോപ്പിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് ആൾ പറയുകയാണ്, ഇനി പാചകം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ നേരെ ഒരു ഹോട്ടലിലേക്ക് പോവുകയെന്ന്. നമ്മുടെ മായിയാണെങ്കിൽ അത്യാവശ്യത്തിന് കുറേ ഇങ്ങനെയാണെങ്കിൽ കയ്യിൽ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മുടെ അമ്മയുടെ പിന്നാലെ വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ കുറേ സ്പൈസി ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുക്കുവാണ്. നമ്മുടെ യാവൊക്കെ ആണെങ്കിൽ അത് തീരെ പറ്റുന്നില്ല. നമ്മുടെ മായിക്ക് അതിനും പറയും വേണ്ട, രണ്ടെണ്ണം ഇങ്ങനെ ചെവി കൂടെ പുക വരിക അങ്ങനെയൊക്കെ പറയില്ലേ, വായി കൂടി ഇനി തീയും കൂടി ഊതാത്തന്നെ പ്രശ്നമുള്ളൂ. ഇവറ്റങ്ങൾക്ക് രണ്ടുപേർക്ക് അത് കഴിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളവിടെ നിന്ന് പൊക്കോളോ പറയുമ്പോൾ നമ്മുടെ മായും യാവും പറയുന്നുണ്ട്, ആര് പറഞ്ഞു എനിക്കിഷ്ടമായി എന്ന് പറയുകയാണ്. നമ്മുടെ യാവാണെങ്കിൽ നൈസായിട്ട് ഫോം വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സാവോയും അതുപോലെ ഡാഡിയും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അകത്ത് കയറുകയല്ല, നമ്മുടെ യാവു അങ്ങ് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവരകത്ത് കയറുമ്പോൾ നമ്മുടെ അമ്മേനെ കാണുന്ന വശം തന്നെ നമ്മുടെ അച്ഛനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അല്ലടി, നിനക്കങ്ങനെ ഇറങ്ങിപ്പോണെങ്കിൽ നീ ഒരു കാര്യം മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ, നീ ഡിവോഴ്സ് ചെയ്ത് പോകണമായിരുന്നു, നിനക്ക് അല്ലെങ്കിൽ എന്നെയൊന്നും വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവർ വക ഇമോഷണലായിട്ട് സംസാരിക്കുവാണ്. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ ശരി നീ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ എനിക്ക് ഡിവോഴ്സ് തരാനായിട്ട്. നമ്മുടെ സാബു പറയണ എന്താ അച്ഛൻ നീ പറഞ്ഞതെന്ന് അറിയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, അയ്യോടാ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതല്ല, ആൾ അങ്ങനെയും സംസാരിക്കുമ്പോൾ എങ്ങനെയൊക്കെ ശരിയായിക്കോളും എന്ന് വെച്ചിട്ടായിരുന്നു. എരിവ് കാരണം നമ്മുടെ യാവ് പുറത്ത് പോയിട്ട് പേലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ മായിക്കും അവനും കൂടി ഒരുമിച്ച് കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ എരിവൊക്കെ കളയാണ് കേട്ടോ. ഇനി നമ്മുടെ മായയുടെ അമ്മേനെയും അച്ഛനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, ഡിവോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ലൊരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം. പെൺകുട്ടി എന്ന് പറയുന്നത് സിംഗിൾ വുമൻസ് കുറേ പേരുണ്ടല്ലോ, അപ്പോൾ അവരെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ അഡ്വൈസ് കൊടുക്കുവാണ്. നമ്മുടെ അച്ഛനാണെങ്കിൽ ഇത് കേട്ട് നിൽക്കുമ്പോൾ ഇവൾക്ക് എന്തിൻ്റെ കേടാന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുവാണ്. ആളാണെങ്കിൽ ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഇപ്പം നമ്മുടെ ഡാഡിക്കും കുറച്ച് സെറ്റൊക്കെ അടിക്കുകയാണ്. ആൾ പുറത്ത് വന്നിട്ട് മായോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, അച്ഛൻ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കരുത്, ആൾ എന്ന് പറഞ്ഞത് ഒരു ഡിപ്രഷനിലാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ആളൊന്ന് ഫ്രീ ആവാനായിട്ട് അനുവദിക്കാമെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ അച്ഛനും പറയുന്നുണ്ട്, അല്ല എന്നെക്കാളും കൂടുതൽ എൻ്റെ മോൾക്കല്ലേ ആളെ പറ്റി അറിയുന്നേ, എൻ്റെ മോള് പറഞ്ഞത് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛനും ഇവളോട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആളുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇങ്ങനത്തെ ഒരു ബിഹേവ് ചെയ്യുന്നത് ആൾക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ഒരേ നിമിഷം അത് ആൾക്ക് വിഷമാവുന്നുണ്ട്. നമ്മുടെ അമ്മേനെ എങ്ങനെയെങ്കിലും ചില്ലാക്കാനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ മായി പിറ്റേ ദിവസം രാവിലെ അമ്മ എണീച്ച അപ്പം തന്നെ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നീ ജോലിക്കൊന്നും പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മായി പറയുന്നുണ്ട്, ഇല്ല, ഞാനും യാവും കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു, ഇനി ഞങ്ങൾ ഫൺ ചെയ്യാൻ പോവുകയാണ്, അമ്മ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കാൻ പറയുന്നുണ്ട്. അവിടെ എല്ലാവരും ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കിച്ചണും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഈ കിച്ചൺ വൃത്തിയാക്കിയത് നീ പാചകം ചെയ്യാനല്ല, എനിക്ക് പാചകം ചെയ്യാനാണ്, മാറി നിൽക്ക് ഞാൻ ചെയ്യട്ടെ പറയുകയാണ്. നമ്മുടെ ജാവു ആണെങ്കിൽ അതെനിക്ക് ഒരു കേസ് ഡീൽ ചെയ്യാനുണ്ട്, നാളെ തന്നെ പോകണം, മായി നോക്കും നിങ്ങളെന്നെ എന്ന് പറയുകയാണ്. എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുതെന്ന് പറയുമ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ നിൻ്റെ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, അതെൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ സാവു പറയുകയാണ്, എന്താ അമ്മ അങ്ങനെ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നത്, ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എനിക്ക് അതൊക്കെ സന്തോഷമുള്ളൂ, നിങ്ങൾ എനിക്കൊരു ബ്ലെസ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. നമ്മുടെ സാവാണെങ്കിൽ മായിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മയാണെങ്കിൽ എന്നോട് സോറിയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ്, അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ മതി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് അതൊക്കെ പുറത്തേക്ക് തള്ളാൻ നോക്കുക പറയുകയാണ്. നമ്മുടെ യാവോയും നമ്മുടെ അച്ഛനും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആളെ കൂൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ മൂകത എന്ന് പറയുമ്പോൾ ഫാമിലി മുഴുവൻ മൂകതയിൽ നിറഞ്ഞിരിക്കുവാണ്. നമ്മുടെ അച്ഛനാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ
ആളുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, നീ എണീക്കുമ്പോഴേക്കും ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വന്ന് കഴിക്കാൻ പറയുകയാണ്. അപ്പം നമ്മുടെ ഡാഡി അവിടെ വന്നിരിക്കുന്ന സമയത്ത്, കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അവിടെ അമ്മോട് പറയുന്നുണ്ട്, നിനക്കറിയാമോ ഇവർ രണ്ടുപേരും ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കഴിക്കാൻ നല്ലൊരു ഹോട്ടലില്ലെന്ന് പറയുന്നുണ്ട്, നീ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുക പറയുകയാണ്. ഇവരിങ്ങനെ ഒരു പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നുണ്ട്, എൻ്റെ ഒരു താറാവ് പോയി, ആളെന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് വരാൻ. ഇവറ്റങ്ങൾ രണ്ടുപേരാണെങ്കിൽ, അതായത് നമ്മുടെ മായും നമ്മുടെ യാവും ആണെങ്കിൽ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അമ്മ ചിരിക്കുന്ന കണ്ടിട്ട് അമ്മ ചിരിച്ചു ചിരിച്ചു പറഞ്ഞിട്ട് നമ്മുടെ മായാണെങ്കിൽ പിന്നീട് ഇങ്ങനെ തുള്ളിച്ചാടുവാണ്. അങ്ങനെ ആ ഒരു താറാവിനെ കിട്ടി, അവരൊരു ഫാമിലി ഫോട്ടോ അതിനും വെച്ചെടുത്തു. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വലിയൊരു ഹോട്ടലിൽ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ, ഇവിടെ നല്ല നല്ല ഡിഷസ് കിട്ടും. നമ്മുടെ മായി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇതുണ്ടല്ലോ വൃത്തികളുടെ ഡിഷസ് കിട്ടുന്ന സ്ഥലമാണ്, വലിയ ഹോട്ടലാന്നൊക്കെ പേരുള്ളൂ എന്നുള്ള രീതി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മായാണെങ്കിൽ അങ്ങനെയാ, അപ്പോൾ ആളൊരു കടയുടെ പേര് പറയുന്നുണ്ട്, അവിടെയാണ് ഞാൻ എപ്പോഴും മീനൊക്കെ വാങ്ങിച്ച് കഴിക്കാറ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇതാണ് ഇഷ്ടം എന്ന് പറയണം, ആ ഒരു കറിയാണ് ഇഷ്ടം എന്ന് പറയുകയാണ്. നമ്മുടെ മായും അതുപോലെ യാവും കൂടിയിട്ട് തേടാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ ആ ഒരു എന്താ പറയുക ഷോപ്പിൻ്റെ പേര് അന്വേഷിച്ച് വന്നപ്പോഴാണ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയി എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ആ ഒരു ഓണറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ജാവുവിനും മായിനെയും മാത്രം അകത്ത് കയറ്റി വിടുന്നുണ്ട്. അവിടെയാണെങ്കിൽ കയ്യിനും കാലിനും സുഖമില്ലാത്തൊരു അമ്മാമ്മയാണ്. ആളായിരുന്നു ആ ഒരു കട മെയിനും ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നത്. പക്ഷെ ആളുടെ ആ ഒരു വയ്യായ്കയ്ക്ക് ശേഷം പിന്നെ ആ ഒരു കട അവർ ഇട്ടിട്ടില്ല. നമ്മുടെ മായി പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ് നിങ്ങളുടെ ആ ഒരു കടയിൽ നിന്ന് നല്ലപോലെ മീനൊക്കെ കഴിച്ചിരുന്നു എന്നുകൊണ്ട് പേര് പറയുമ്പോഴാണ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മോൾ, അതായത് ആ ഇരിക്കുന്ന അമ്മാമ്മയുടെ മോളാണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കണേന്ന്. ആൾ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരിയാണ്, അവൾ നല്ലപോലെ പാട്ടൊക്കെ പാടും, പക്ഷേ ആരും, അതായത് ആളുടെ അച്ഛനാണെങ്കിൽ ആളെ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം ആൾ ആ ഒരു ഡ്രീം കളഞ്ഞു എന്ന് പറയുകയാണ്. എൻ്റെ അമ്മ പാട്ട് പാടുമോ എന്ന് പറയുകയാണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആ ഒരു മീനിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കി തരാൻ പറയുകയാണ്. അങ്ങനെ ഗ്രാൻഡ്മയാണെങ്കിൽ അതിട് ഇതിട് മറ്റേതിട് മറിച്ചതിട് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ പുകയെടുപ്പ് ശരിയാക്കാനുള്ള പരിപാടിയിൽ നമ്മുടെ യാവാണെങ്കിൽ മുഖത്തൊന്നിലും ബ്ലഷ് ഇട്ട പോലെ കരിയിട്ട് വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഫുഡ് ആ ഒരു അമ്മാവയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇവർ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഒരു കാര്യം കാണിക്കാനുണ്ടെന്ന് അപ്പുറത്ത് ആ ഒരു ലേഡി പറയുന്നത്. അപ്പോൾ ആളൊരു ബോക്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഇവളുടെ അമ്മ ആണെങ്കിൽ ഇങ്ങനെ ഡ്രാമയ്ക്കൊക്കെ പോയിട്ട് അവിടെ പാട്ട് പാടുന്ന ആ ഒരു കോസ്റ്റ്യൂമിൽ നിന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഉണ്ട്. മാസത്തിലൊരു പ്രാവശ്യമാണ് ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുന്നത്. അതിൽ പെർഫോം ചെയ്യുന്ന മെയിൻ ആൾ നമ്മുടെ അമ്മയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ആളെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ മായി പറയുന്നുണ്ട്, പെട്ടെന്ന് വീട്ടിലേക്ക് വായോ, ഒരു കാര്യമുണ്ട് പറഞ്ഞിട്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവർ ആ ഒരു കൊണ്ടുവന്ന ആ ഒരു ഡിഷ് ഉണ്ടല്ലോ, ആ ഒരു ഡിഷ് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. ആൾ കഴിക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ ആയി പറയുന്നുണ്ട്, രസമില്ലെങ്കിൽ അതവിടെ മാറ്റി വെച്ചേക്കാൻ പറയുമ്പോൾ വേണ്ട എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത് ഞാനാ കഴിക്കുന്നത് ടേസ്റ്റാണ്, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറയുകയാണ്. ഇനി വൈകുന്നേരം ആയപ്പോൾ അമ്മേനെ കൂട്ടി വലിച്ചുകൊണ്ട് വരുവാണ് എല്ലാറ്റും കൂടിയിട്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ യാവോയും അതുപോലെ മായും കൂടിയിട്ട് പിന്നെ ഒരു ഡ്രാമ, ഒരു പപ്പറ്റ് പോലെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു ലേഡി ഉണ്ടായിരുന്നു, ആൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ആരും ആളെ സമ്മതിച്ചില്ല ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനോ കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ അവസാനം അവൾ വലിയൊരു ആളായി എന്നുള്ള രീതിയിൽ കഥ അങ്ങ് മാറ്റി പിടിക്കുകയാണ്. നമ്മുടെ യാവോ ഇതൊക്കെ രസിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അമ്മയോട് പറയുകയാണ്, സാവോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വായോ, മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട്. അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇത്രയും കൊല്ലമായിട്ടില്ലേ നിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട്, അതുകൊണ്ട് നീ ഒന്ന് പോയി ചെയ്യാൻ പറയുകയാണ്. ആൾക്കാണെങ്കിൽ സങ്കടവും വിഷമവും സന്തോഷവും ഒക്കെ കലർന്നുകൂടി വരുവാണ്. ആൾ മേക്കപ്പ് ചെയ്തിട്ട് ആളുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ മനോഹരമായി ചെയ്യുന്ന കണ്ട നമ്മുടെ മായി, എൻ്റെ അമ്മയ്ക്ക് ഇതിനുള്ളിലൊരു കഴിവും കൂടിയുണ്ട്, ഞാൻ അമ്മയായി മാത്രമാണ് നമ്മൾ ഇത്ര ദിവസം കണ്ടത്, പക്ഷെ അമ്മയുടെ ഉള്ളിൽ ഇത്രയും നല്ലൊരു കലാകാരിയുള്ള കാര്യം ആൾ ഇപ്പോഴറിയുന്നേ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരാൻ പറയുകയാണ്. എല്ലാവരും കൂട്ടത്തോടെ നിന്നിട്ട് ആ ഒരു ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മായി യാവോനോട് പറയുന്നുണ്ട്, ഞാൻ ഫാമിലിനെ വിട്ടിട്ട് കുറച്ച് ദൂരെ നിന്നിട്ടൊക്കെ താമസിച്ച് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള സന്തോഷം അത് വേറെയാണെന്ന് പറയുകയാണ്. നമ്മുടെ യാവു ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ വലിയ ഹോട്ടലുകളൊന്നുമില്ലല്ലോ, നമുക്കൊരു ഹോട്ടൽ പണിതാലോ എന്ന്. നമ്മുടെ മായാണെങ്കിൽ ഒരു മാതിരി നോക്കുന്നുണ്ട്, എന്തുവാടേ നീ പറയണേ എന്നുള്ള രീതിയിൽ. സോറി, ഞാൻ ഈ ഫാമിലി കാര്യത്തിനിടയിൽ ബിസിനസ്സും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് ഈ ഐഡിയ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനായിരിക്കും അതിലെ CEO കേട്ടോ,
ഞാനാണ് മുതലാളി എന്ന് പറയുമ്പോൾ ആൾ പറയുന്നുണ്ട്, നീ ബോസ് ആയിരിക്കും, നീ അല്ലാതെ വേറെ ആരാ ബോസ് എന്ന്. അന്ന് രാത്രി അച്ഛൻ അവിടുന്ന് മാറ്റി കിടത്തിയിട്ട് ഞാൻ അമ്മയുടെ കൂടെ കിടക്കട്ടെ പറഞ്ഞിട്ട് അവിടെ പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്, അതെന്താണെന്ന് അറിയുന്ന ആ ഒരു റിസൾട്ട്. ആ ഒരു സമയത്ത് തല കറങ്ങി വീഴുവാണ് അമ്മ. ഇവരെല്ലാവരും ഭയങ്കര സീരിയസ് ആണെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ആൾ പറയുന്നുണ്ട്, എടാ മക്കളെ, ഞാൻ ഓപ്പറേഷനൊക്കെ സക്സസ് ആയിടാ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, മരുന്ന് പോലും വേണ്ടെന്ന് പറഞ്ഞടാ പറയല്ല. നമ്മുടെ ബെസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വയറിനുള്ളിൽ ബട്ടർഫ്ലൈ പോയിക്കൊണ്ടിരിക്കുമെന്ന് പറയല്ല. ആൾ പറയുന്നുണ്ട്, നീ അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയോ എന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, അയ്യോ എന്തൊരു ചളി എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ചളി അടിച്ചുകൊണ്ടിരിക്കുവാണ്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യാവോൻ്റെയും മായിയുടെയും അതുപോലെ ബെസ്റ്റിയുടെയും ഈ സാവോൻ്റെയും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യാവോ പറഞ്ഞതുപോലെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയൊരു ബംഗ്ലാവ് പോലത്തൊരു സ്ഥലം ഒരു ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നമ്മുടെ മുതലാളിയായിട്ട് നമ്മുടെ മായി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ പേര് ഫാമിലി എന്നൊക്കെയുണ്ട്. നമ്മുടെ മായി ഇൻട്രൊഡക്ഷൻ ചെയ്യുകയാണ്. ഇനി അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവർ പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ട് സംസാരിച്ചിരിക്കുന്നു, അമ്മയായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചിരിക്കലൊക്കെ ആണല്ലോ. നമ്മുടെ മായി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും കുടുംബത്തിനെ നോക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇനി അവരുണ്ടാക്കിയ ആ ഒരു ഹോട്ടലിൽ അവിടെയുള്ള എല്ലാ ഡിഷസും ഓർഡർ ചെയ്തിട്ട് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പറയുന്നുണ്ട്, അതായത് നമ്മുടെ മായുടെ അമ്മയും പാരൻസും കൂടി പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഒരു പേരക്കുട്ടി ഉണ്ടായിട്ട് സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ. ഇതോട് കൂടിയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രാമയുടെ എൻഡിങ്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.